ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉച്ചയ്ക്കായപ്പോൾ നല്ല വിശപ്പ് ഗൈസ്. അപ്പോൾ ഒരു ആലു പറാത്ത നമുക്ക് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കാം. ഉണ്ടാക്കി തരുമോ എന്ന് അറിയത്തില്ല, ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമാണ്, പ്രത്യേകിച്ച് നമ്മുടെ അമ്മാമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ്. ഇഷ്ടമല്ലേ? നല്ല ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ആദ്യം അമ്മയുടെ അടുത്ത് നമുക്ക് ചോദിച്ചു നോക്കാം ഉണ്ടാക്കാവോന്ന്. അപ്പോൾ അമ്മയോട് ചോദിക്കാം. അമ്മ, അപ്പം ആലു പറാത്ത ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കി തരത്തില്ലേ? പിന്നെന്താ, നമുക്ക് ഉണ്ടാക്കാലോ ഫ്രണ്ട്സ്. അപ്പം നമുക്ക് ഇനി ആലു പറാത്തയുടെ വിശേഷങ്ങളിലോട്ട് പോവാം. സോ ഫ്രണ്ട്സ്, എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ആദ്യത്തെ പരിപാടി എന്താ അമ്മ? മാവ് കുഴയ്ക്കാൻ പോവുകയാണ്. നമ്മുടെ ആട്ട മാവ് കുഴയ്ക്കാൻ പോവുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ അമ്മ കൈയൊക്കെ കഴുകി വന്ന് ഇനി അടുത്ത് നമ്മുടെ മാവ് കുഴയ്ക്കാൻ പോവുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മുടെ മാവ് കുഴച്ച് നമുക്ക് മിക്സ് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് 2 കപ്പ് മാവ് ഇട്ട് കൊടുക്കാം. 1 കപ്പ് ആട്ടമാവാണ് ഗൈസ്. ആട്ടമാവ് നമുക്ക് 2 കപ്പ് ഇട്ട് കൊടുക്കണം. 2 കപ്പും ഇട്ട് കൊടുത്തു ഗൈസ്. ഫ്രണ്ട്സ്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണേ. ആവശ്യത്തിന്, കൂടുതലായാലും പണി കിട്ടും. ആവശ്യത്തിനൊക്കെ ഉപ്പിട്ട് കൊടുക്കുക. നിങ്ങൾ കുഴയ്ക്കുന്ന സമയം കൊണ്ട് ആ സമയത്ത് നമ്മുടെ പൊട്ടാറ്റോ, അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്യാൻ ഇടണം. അപ്പോൾ ആ സമയം കൊണ്ട് അത് റെഡിയായി വരും. കണ്ടില്ലേ ഗൈസ്, നമ്മുടെ പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കണം. അത് അപ്പോൾ ചെയ്യുന്ന സമയം കൊണ്ട് നമ്മൾ ഈ മാവ് ഒഴിക്കുന്ന സമയം കൊണ്ട് അത് റെഡിയായി വരും. അപ്പോൾ നമുക്കത് എളുപ്പമാവും, കൂടുതൽ സമയം എടുക്കത്തില്ല. നിങ്ങൾ പെട്ടെന്ന് കഴിക്കാനാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക, ട്രിക്കൊക്കെ യൂസ് ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിതൊന്ന് കുഴയ്ക്കാം. ഉപ്പൊന്ന് മിക്സ് ചെയ്യാം. കൈയൊക്കെ കഴുകിയിട്ട് വേണം ചെയ്യാൻ. നമ്മൾ ഹൈജീനിക് ആയിട്ടാണ് എല്ലാം ചെയ്യേണ്ടത് ഗൈസ്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. നമുക്ക് എങ്ങനെയാണ് അത് മിക്സായി വരുന്ന രീതിയിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഫ്രണ്ട്സ്. എങ്ങനെയാണോ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് അതേപോലെ കുഴച്ചെടുക്കണം. അമ്മ കുഴച്ചെടുക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഒരു ഇതിൽ വന്നിട്ടുണ്ട്, ഈ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഗൈസ്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്ന് വീണ്ടും അതിനെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിരിക്കണം കേട്ടോ മാവ്. ഇങ്ങനെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാതെ. നമുക്ക് നല്ല സോഫ്റ്റായ മാവിനെ ഇനി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം ഗൈസ്. ഫ്രണ്ട്സ്, നല്ല ടാസ്ക് ഉള്ള പരിപാടിയാണ് ഗൈസ് ഈ തൊലിച്ചെടുക്കുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ അരിയുന്ന ഡ്യൂട്ടിയിൽ അമ്മാമ്മയും ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്നാലേ തീരത്തുള്ളൂ ഗൈസ്. അപ്പോൾ അമ്മാമ്മ നമ്മുടെ ഉരുളക്കിഴങ്ങ് ചെത്തുന്നു, അമ്മ കണ്ടില്ലേ ഗൈസ് ഉള്ളി അരിയുന്നു ഫ്രണ്ട്സ്. നമുക്ക് ഇതിന് ആവശ്യമുള്ളത് സവാള, അടുത്ത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, ഇത്രയും ആവശ്യമുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്കിതിനി അരിഞ്ഞ് സെറ്റ് ചെയ്തിട്ട് കാണാം ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാം അരിഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നമുക്ക് പൊടിച്ചെടുക്കാം. ഇങ്ങനെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് പൊടിച്ചെടുക്കാം ഗൈസ്. എല്ലാം പൊടിച്ചെടുക്കാം ഫ്രണ്ട്സ്. അപ്പോൾ കട്ടിങ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്, ഏകദേശം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി കുറച്ചും കൂടെ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് കിച്ചണിലേക്ക് പോവാം. കിച്ചണിലേക്ക് പോയി ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് പോവാം ഫ്രണ്ട്സ്. നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിനി കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. നമുക്കിനി ഉള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിനെ നമുക്കിനി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. രണ്ടാപ്പാട് നമുക്കിനി ഇഞ്ചി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് അവിടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിനെയും കൂടെ എടുത്തൊന്ന് മിക്സ് ചെയ്ത് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിനി മിക്സ് ചെയ്യാം. നമുക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിനി കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ കഴിയും ഫ്രണ്ട്സ്. അപ്പോൾ ഇനി ഉടച്ച് വെച്ച നമ്മുടെ ഉരുളക്കിഴങ്ങ് നമുക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങിൽ ഉപ്പിട്ടല്ല വേവിച്ചത്, നമ്മൾ ആ ഉപ്പും ഇതിലിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങത്തിന് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുത്തിനി മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, ഇത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിന് മാവിലോട്ട് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കിനി ഇത് ഒന്ന് തണുക്കാൻ വെക്കണം. അതിനുശേഷം നമുക്കിന്ന് മാവിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റൗവിലുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് തണുക്കാൻ വെക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമ്മുടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ഡബിൾ ലെയറിലാണ് ഗൈസ് ചെയ്യുന്നത്. ഇത് 2 ലെയറിൽ നമ്മൾ ചെയ്തെടുക്കാനാണ് പോകുന്നത് ഗൈസ്. ഇനി നമ്മുടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് ഇനി നമ്മൾ അടിയിൽ വെച്ച പോലത്തെ ഒന്നും കൂടെ എടുത്ത് അതിൻ്റെ മേളിൽ വെച്ച് കൊടുക്കും. നിങ്ങൾ എളുപ്പത്തിന് ചെയ്യാൻ വേണമെങ്കിൽ ഒന്നിൽ തന്നെ ചെയ്യാം. ഒന്നിൽ ചെയ്യേണ്ടത് നമ്മൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഡബിൾ ലെയറാണ് ചെയ്യുന്നത്. അതിനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇനി അടുത്ത് നമുക്ക് അതിൻ്റെ മേളിലൊന്ന് അതിന് മൂടിക്കൊടുക്കാം. എന്നിട്ട് അവിടെ സൈഡെല്ലാം ഒന്ന് ഒട്ടിച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, ഇങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മളടുത്ത് വീണ്ടും പരത്തി കൊടുക്കണം. പൊട്ടാതെ പതുക്കെ നമ്മൾ ക്ഷമയോടെ നമ്മൾ പരത്തി കൊടുക്കണം. നമ്മൾ ആദ്യത്തെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇത്രയും വലുതാക്കി പരത്തി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഒരു ലെയറിൽ നമുക്ക് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ മാവിനെ എടുത്ത് ഇങ്ങനെ ഒന്ന് ചപ്പി എടുക്കണം. എന്നിട്ട് നമ്മൾ അതിൻ്റെ നടുക്കോട്ട് ഒരു കുഴി ഉണ്ടാക്കി കൊടുത്ത് നമ്മൾ അതിൽ ഫില്ലിങ്സ് വെച്ച് കൊടുക്കണം. ഫ്രണ്ട്സ്, അതിനെ നല്ലൊരു ബോളാക്കി എടുത്തിട്ടുണ്ട് ഫില്ലിങ്സ് ഒക്കെ വെച്ച്. ഇതിനെ ഇനി വീണ്ടും നമ്മൾ പരത്തി എടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എടുത്ത് അതിൻ്റെ മണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഡബിൾ ലെയർ ചെയ്തതാണ് ഗൈസ്. നമ്മൾ എങ്ങനെയാണ് ചപ്പാത്തി ചുടുന്നത് അതേപോലെ സെറ്റ് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഒരു ലെയറിൽ ചെയ്തത്. ഫ്രണ്ട്സ്, അപ്പോൾ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും ഗൈസ്. നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. നല്ല എരികി വരുന്നുണ്ട് ഗൈസ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ആലു പറാത്ത റെഡിയായി വന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ നമുക്ക് ഇതിനെ പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ആലു പറാത്ത റെഡിയായി ഗൈസ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ആലു പറാത്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. നല്ല ചൂടുണ്ട് ഗൈസ്. അകത്ത് നമ്മുടെ ഫില്ലിങ്സ് ഒക്കെ കണ്ടാ ഗൈസ്, അടിപൊളിയായിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്, അടിപൊളി. ഫില്ലിങ്സ് ഒക്കെ അടിപൊളിയായിട്ട് ആ ചപ്പാത്തിയോട് ചേർന്ന് വന്നിട്ടുണ്ട്. കൊള്ളാം ഗൈസ്. ഡിന്നറിനൊക്കെ അടിപൊളി ഐറ്റമാണ്. ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഐറ്റമാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെയും എല്ലാവർക്കും ബൈ. നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ.